ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിനാപ്സ് ആണ്. അപ്പം അഗെയിൻ ഇപ്പോൾ 2022 ബാച്ചിൻ്റെ ഫിസിയോളജിയുടെ പേപ്പർ 2 essay ക്വസ്റ്റ്യൻ ആയിരുന്നു സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്ന ഇനീഷ്യലി സി എൻ എസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലാണ് സിനാപ്സ് വരിക. അപ്പോൾ സിനാപ്സിൽ ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷണൽ, ഫങ്ഷണൽ ആറ്റമി, കണ്ടക്ഷൻ, ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സിനാപ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പർട്ടീസ് സിനാപ്സ് എൻ്റെ ഒരു അപ്പോൾ ഞങ്ങളെ സമയത്തോളം സിനാപ്സ് ചോദിച്ചിട്ട് കണ്ടക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അടിയിൽ തന്നെ ഈ 3 ക്വസ്റ്റ്യൻസും ആക്ച്വലി പ്രോപ്പർട്ടി ഓഫ് സിനാപ്സും ടൈപ്സ് ഓഫ് സിനാപ്റ്റിക് ഇൻഹിബിഷൻ എല്ലാം എസ്സേയിലാണ് വന്നത്. സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. സോ ഇത്രയും പഠിച്ച സിനാപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോവാം. സോ ആദ്യം എന്താ ഡെഫിനിഷൻ, എന്താണ് സിനാപ്സ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ന്യൂറോണൽ ജംഗ്ഷൻ ത്രൂ വിച്ച് ഇൻഫർമേഷൻ ഫ്രം വൺ ന്യൂറോൺ പാസസ് ടു അനദർ. അതായത് ഒരു ന്യൂറോണും വേറെ ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അത് മെസ്സേജ് കൺവേ ചെയ്യാനുള്ള ഒരു ജംഗ്ഷനാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സിനാപ്സ് ആണ്. സിനാപ്സ് പല രീതികളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് സിനാപ്സ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ ഒരു രണ്ട് ന്യൂറോൺസിൻ്റെ ദാറ്റ് ഈസ് ഒരു ന്യൂറോണിൻ്റെ ആക്സോണും ദാറ്റ് ഈസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ആക്സോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും വരുമ്പോൾ ആക്സോ ഡെൻഡ്രിറ്റിക് സിനാപ്സ് എന്ന് വിളിക്കും. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ആക്സോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ സെൽ ബോഡിയും വരുമ്പോൾ ആക്സോ സൊമാറ്റിക് സിനാപ്സ് എന്ന് വിളിക്കും. അഗെയിൻ സെയിം തിങ്, പ്രീ സിനാപ്റ്റിക്കിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക്കിൻ്റെയും ആക്സോൺസ് ആണ് വരുന്നതെങ്കിൽ ആക്സോ ആക്സോണിക്കും, പ്രീ സിനാപ്റ്റിക്കിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക്കിൻ്റെയും ഡെൻഡ്രൈറ്റ്സ് ആണ് വരുന്നതെങ്കിൽ ഡെൻഡ്രൈറ്റിക് സിനാപ്സ് എന്ന് വിളിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്തൊക്കെയായിരുന്നു? ആക്സോ ഡെൻഡ്രൈറ്റിക്, ആക്സോ സൊമാറ്റിക്, ആക്സോ ആക്സോണിക് ആൻഡ് ഡെൻഡ്രൈറ്റിക്. അടുത്ത നേച്ചർ ഓഫ് ട്രാൻസ്മിഷൻ. നമുക്ക് നേച്ചർ ഓഫ് ട്രാൻസ്മിഷൻ ബേസിസിൽ 3 സിനാപ്സിന് ഡിവൈഡ് ചെയ്തിരിക്കണേ. കെമിക്കൽ സിനാപ്സ്, ഇലക്ട്രിക്കൽ സിനാപ്സ്, കൺജോയിൻ സിനാപ്സ്. Chemical synapse uses neurotransmitter, whereas conjoined synapse uses both electrical and chemical, and electrical synapse uses gap junctions. Okay, so അത് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ന്യൂറോൺസ് ഇൻവോൾവ്. ഫോർ എക്സാമ്പിൾ, ഒരു സിനാപ്സ് എന്ന് പറഞ്ഞാൽ 1 ന്യൂറോൺ കൺവേസ് ഇൻഫർമേഷൻ ടു അനദർ ന്യൂറോൺ, 1 to 1 വരാം. അല്ലെങ്കിലോ മൾട്ടിപ്പിൾ ന്യൂറോൺസിന് ഒരൊറ്റ ന്യൂറോണിലേക്ക് കൺവേ ചെയ്യാം, മെനി ടു 1, അല്ലെങ്കിൽ 1 ന്യൂറോൺ ടു മെനി ന്യൂറോൺസ്, 1 to many. അപ്പം 3 രീതിയിൽ അല്ലേ, എന്തൊക്കെയായിരുന്നു? ഏത് പാർട്ടാണ് ഇൻവോൾവ്, പിന്നെ നേച്ചർ ഓഫ് ട്രാൻസ്മിഷൻ, നമ്പർ ഓഫ് ന്യൂറോൺസ്. ഇനി അടുത്ത ഫങ്ഷണൽ അനാറ്റമി ഓഫ് സിനാപ്സ് ആണ്. ഈ ഒരു ഡയഗ്രാം നോ മാറ്റർ വാട്ട്, നിങ്ങൾക്ക് സിനാപ്സിന് എന്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിലും നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? നമുക്കൊരു പ്രീ സിനാപ്റ്റിക് ന്യൂറോണും കാണാം, ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും കാണാം അല്ലേ. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് മൈക്രോ ട്യൂബ്യൂൾസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. മൈക്രോ ട്യൂബ്യൂൾസ് നമുക്ക് വേണം. ആക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ് സോൺ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. മൈറ്റോകോൺഡ്രിയ ക്യാൻ ബി സീൻ ഹിയർ. പിന്നെ നമുക്ക് ക്ലിയർ വെസിക്കിൾസ് അല്ലേ, ഈ വെസിക്കിൾസിനകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത്. ആ ക്ലിയർ വെസിക്കിൾസ് ആണ്. പിന്നെ ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡെൻസ് സ്റ്റഫ്റ്റ് കാണാം. ദെൻ ആക്റ്റീവ് സോണിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വിൽ ഡീൽ വിത്ത് ദാറ്റ്. പിന്നെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് റിസെപ്റ്റേഴ്സ് ഒക്കെ കാണാം അല്ലേ. അയോൺ ചാനൽസ് കാണാം, കോംപ്ലക്സസ് കാണാം. പിന്നെ ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ ഈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ കാണാം. സോ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയാസ് എന്തായാലും നിങ്ങൾ ഡയഗ്രത്തിൽ വേണം. ഓക്കെ, പ്രീ സിനാപ്റ്റിക്കിലാണെങ്കിലും പോസ്റ്റ് സിനാപ്റ്റിക്കിലാണെങ്കിലും ഞാൻ ഈ മാർക്ക് ചെയ്ത ഏരിയാസ് എല്ലാം വേണം, അത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഫങ്ഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനലിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഇതിനകത്ത് എന്താ പറയാനുള്ളത്? സോ ഈ പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടെർമിനലിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം വി ക്യാൻ സീ ദാറ്റ് ഈ പ്രീ സിനാപ്റ്റിക് അവസാനമാകുമ്പോൾ ഇതൊരു ചെറിയൊരു എൻലാർജ്മെൻ്റ് ഉണ്ട്, ഒരു ബൾബസ് ആയിട്ട് എൻലാർജ് ഇത് വരുന്നില്ലേ. ഈ എൻലാർജ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് അല്ലെങ്കിൽ ടെർമിനൽ ബട്ടൺ എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് നോബിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻലി 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവൻ്റെ ക്ലിയർ വെസിക്കിൾസ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കൊരു ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഡെൻസ് സ്റ്റഫ്സ് ഉണ്ടായിരുന്നു. ദീസ് ഡെൻസ് സ്റ്റഫ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ്
filamentous proteins. And then ഞാൻ പറഞ്ഞു ആക്റ്റീവ് സോൺ പിന്നെ ഡിസ്കസ് ചെയ്യാം. ആക്റ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് സോൺ ഇസ് എ റീജിയൻ ഓഫ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ വിത്ത് കാൽസ്യം ചാനൽസ് ആൻഡ് പ്രോട്ടീൻസ്. ഇതൊക്കെ ഇപ്പം മെയിൻലി ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലെ സിനാപ്റ്റിക് നോബിലുള്ള പ്രത്യേക സാധനങ്ങൾ, ദാറ്റ് ഇസ് സിനാപ്റ്റിക് വെസിക്കിൾസ്, ഡെൻസ് സ്റ്റഫ്സ് ആൻഡ് ആക്റ്റീവ് സോൺ. ഇതെല്ലാവരും എന്തിനാണ്? ഈ വെസിക്കിൾസിനെ എങ്ങനെയെങ്കിലും സിനാപ്റ്റിക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററിന് റിലീസ് ചെയ്യുക എന്നുള്ള ജോലി. അപ്പം ഈ വെസിക്കിൾസിനകത്ത് എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തേക്ക് വരുന്നത്? ഏത് പ്രോസസ്സ് വഴിയാണ്? എക്സോസൈറ്റോസിസ് വഴിയാണ് വരുന്നത്. ഇപ്പോൾ എക്സോസൈറ്റോസിസ് പ്രോസസ്സ് നമുക്ക് ഏത് അയോൺസ് വേണം? കാൽസ്യം അയോൺസ് വേണം. അതുകൊണ്ടാണ് ഈ കാൽസ്യം ചാനൽസ് ഈ ആക്റ്റീവ് സോണിലുള്ളത്. അതും ഈ എക്സോസൈറ്റോസിസിന് അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ബണ്ടിലാണ് എന്തെന്ന് പറഞ്ഞാൽ ഡെൻസ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ. സോ ഓൾ ഓഫ് ദം എന്തിനാണുള്ളത്? ഇവരെല്ലാവരും എക്സോസൈറ്റോസിസ് ഓഫ് വെസിക്കിൾസ് ആൻഡ് റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന പ്രൊസീജിയറിന് വേണ്ടിയിട്ടാണ് പ്രീ സിനാപ്റ്റിക് ആക്സോൺ ടേമിലുള്ള. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ട്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീ സിനാപ്റ്റിക്കിനും പോസ്റ്റ് സിനാപ്റ്റിക്കിനും ഇടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ്. ഒരു 20 to 50 millimeter wide and ന്യൂറോ ട്രാൻസ്മിറ്റർ വിൽ ജസ്റ്റ് ഡിഫ്യൂസ് അക്രോസ് ദിസ്. നെക്സ്റ്റ് വൺ ഇസ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. അവിടെ നമ്മൾ ഒറ്റൊരു സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഐ മീൻ അവിടെ റിസപ്റ്റേഴ്സും അയോൺ ചാനൽസ് ഒക്കെ ഉണ്ട്. പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻസിറ്റി ഇവിടെ വാട്ട് വിൽ ഹാപ്പൻ ഇസ് നേരത്തെ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടല്ലോ, അതിന് വേണ്ട റിസപ്റ്റേഴ്സ് മാക്സിമം ഉള്ള ഏരിയ അതിനെയാണ് നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ക്ലസ്റ്റർ ഓഫ് റിസപ്റ്റേഴ്സ് ടു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എംബഡഡ് വിത്തിൻ ദിസ് ഏരിയ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോസ്റ്റ് സിനാപ്റ്റിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഫംഗ്ഷൻ ആറ്റമി ഈസ് ഓൾസോ ഓവർ. അടുത്ത സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണ്. സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഇസ് എ വെരി സിമ്പിൾ പ്രൊസീജിയർ. ഞാൻ മാക്സിമം ചെറുതാക്കിയ ഒരു ഫ്ലോ, ബിക്കോസ് ജനറലി ഒരു 6 മാർക്കിന് ചോദിക്കാം. ഞങ്ങൾക്കൊക്കെ 4 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടാണ് സബ് ക്വസ്റ്റനായിട്ട്. ഓക്കെ, സോ ഇതിനകത്ത് പ്രീ സിനാപ്റ്റിക് മെക്കാനിസം there are 5 steps underneath that. First one is docking and priming of neurotransmitter molecules containing vesicles. So അതിനർത്ഥം എന്താണ്? നമ്മൾ അത് പറഞ്ഞില്ലേ, there are these vesicles at the end of the presynaptic axon terminal എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആദ്യം ഈ വെസിക്കിൾസ് വന്ന് മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും, പ്രീസിനാപ്റ്റിക് മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ഡോക്കിംഗ്. അറ്റാച്ച് ചെയ്തിട്ട് ദേ വിൽ ഗെറ്റ് റെഡി ടു ഡിസ്ചാർജ് ദ കണ്ടന്റ് ഇൻ ടു ദ സിനാപ്റ്റിക് വെസിക്കിൾ. അതിനെയാണ് പ്രൈമിങ്. ഗെറ്റിംഗ് റെഡിനെയാണ് പ്രൈമിങ് എന്ന് പറയുന്നത്. അറ്റാച്ച്മെൻറ്റിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് വെച്ചാൽ ഇതേ സമയത്ത് തന്നെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വിൽ അറൈവ് ഇൻ ദ പ്രീസിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് കോസ് ഇറ്റ്സ് ഡീപോളറൈസേഷൻ നടക്കും. ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഗേറ്റഡ് കാൽസ്യം ചാനൽസ് ഓപ്പൺ ചെയ്ത് കാൽസ്യം വിൽ എൻറ്റർ ഇൻ ടു ദ പ്രീസിനാപ്റ്റിക് മെംബ്രെയിൻ. കാൽസ്യം എൻ്റർ ചെയ്യുമ്പോൾ കാൽസ്യം കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് നമുക്ക് കാൽസ്യം അയോൺ ഇസ് റിക്വയർഡ് ഫോർ എക്സോസൈറ്റോസിസ്. യെസ്, ഇപ്പോൾ കാൽസ്യം അയോണിൻ്റെ എക്സോസൈറ്റോസിസ് ആൻഡ് കൺട്രാക്ഷൻ ഓഫ് ഡെൻസ് സ്റ്റഫ്സ് വിൽ ഹാപ്പൻ. അങ്ങനെ വെസൈക്കിൾസ് എക്സൈറ്റോസിസ് നടക്കും. അങ്ങനെ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒറ്റയായിട്ട് ഓരോരോ ട്രാൻസ്മിറ്റർ മോളിക്യൂലായിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ക്വാണ്ടൈസേഷൻ ഓരോരോ പാക്കറ്റായിട്ട് റിലീസ് ചെയ്യുന്നത് ഡെയിൽസ് ഫിനോമിന എന്ന് പറയുക അതിന്. ഇപ്പോൾ സിമ്പിൾ ഡോക്കിംഗ് ആൻഡ് പ്രൈമിംഗ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഡീപോളറൈസേഷൻ ഉണ്ടായിരുന്നു, കാൽസ്യം ചാനൽസിൻ്റെ ഓപ്പണിംഗ്, കാൽസ്യം കോൺസെൻട്രേഷൻ്റെ ഇൻക്രീസ്, റിലീസ് ഓഫ് ട്രാൻസ്മിറ്റർ. പോസ്റ്റ് സിനാപ്റ്റിക് മെക്കാനിസത്തിൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ റിലീസായിരുന്നു ട്രാൻസ്മിറ്റർ. പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറിൽ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യും, വിച്ച് വിൽ കോസ് കൺഫർമേഷൻ ചേഞ്ച് ഇൻ ദ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറിൻ, ഓപ്പണിംഗ് അയോൺ ചാനൽ, മൂവ്മെൻറ്റ് ഓഫ് അയോൺ. Because of that, ions move in അനുസരിച്ചിട്ട് potential of the membrane will change and it can either result in hyperpolarization or repolarization or എന്തെങ്കിലും generation of synaptic potential. That's all. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അത് വരയ്ക്കാം. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സിനാപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. പ്രോപ്പർട്ടീസ് സിനാപ്സ് ഞങ്ങൾക്ക് ഏറ്റവും ഈസി പ്രോപ്പർട്ടീസ് ആണ്. എനിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ടെക്സ്റ്റ് ബുക്കിലുണ്ടെങ്കിലും ഈസി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ല, ഫസ്റ്റ് വൺ ഇസ് ലോ ഓഫ് ഫോർവേഡ് കണ്ടക്ഷൻ. എന്താ പറയണേ? ഇമ്പൾസ് വിൽ ഓൾവേസ് മൂവ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, അത് കെമിക്കൽ സിനാപ്സിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രീ സിനാപ്റ്റിക് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് മാത്രമേ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുള്ളൂ, പോസ്റ്റിന് പ്രീയിലോട്ട് പോകത്തില്ല. ഇത് കെമിക്കലിൽ മാത്രമേ അപ്ലൈ ചെയ്യും. ഇലക്ട്രിക്കൽ സിനാപ്സ് ബൈ ഡയറക്ഷൻ. സെക്കൻഡ് വൺ സിനാപ്റ്റിക് ഡിലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. ഒരു സിനാപ്റ്റിക് ഡിലേ വരും. വെൻ ദ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ത്രൂ ദ സിനാപ്സ്, there is a time required for that. അതിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ഡിലേ എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാൽസ്യം എൻറ്റർ ചെയ്ത് അല്ലെ വെസൈക്കിൾസ് ഡോക്ക് ചെയ്ത് പ്രൈം ചെയ്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്ത് പോയി അപ്പുറത്തെ റിസപ്റ്റർ പോയി അറ്റാച്ച് ചെയ്യണം അല്ലേ? അതിനൊരു ടൈം ഡിലേ ഇല്ലേ? അതിനാണ് ഈ സിനാപ്റ്റിക് ഡിലേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ലോ ഓഫ് ഡൈവേർജൻസ് ആൻഡ് കൺവേർജൻസ് അവർ ഡിസ്കസ് ചെയ്ത് ഫിഗർ വെച്ച് നിങ്ങൾക്ക് പറയാം അല്ലേ? ഒരുപാട് ന്യൂറോൺസ് വന്ന്
ഒരു ന്യൂറോണിലേക്ക് കൺവേ ചെയ്യുവാണെങ്കിൽ വി കോൾ ഇറ്റ് എസ് കൺവേർജൻസ്. സമയം ഒരു ന്യൂറോൺ മൾട്ടിപ്പിൾ ന്യൂറോൺസിലേക്ക് ഇമ്പൾസ് കൺവേ ചെയ്യുവാണെങ്കിൽ ഡൈവേർജൻസ് എന്ന് വിളിക്കും. വൺ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് മെനി പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, മെനി ടു വൺ ആണെങ്കിൽ കൺവേർജൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. അടുത്ത ഹാബിച്വേഷൻ. ഹാബിച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിച്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് തവണ, അതിന് എനിക്ക് നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പ്രൊഫസർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാ ദിവസവും വന്ന് പ്രൊഫസർ എല്ലാ ദിവസവും വന്ന് ചീത്ത പറയുക, എല്ലാ ദിവസവും പഠിക്കുന്നില്ല, നമ്മൾ അങ്ങനെ ഉഴപ്പുക എന്നൊക്കെ എല്ലാ ദിവസവും നമ്മളെ ചീത്ത പറഞ്ഞ് നമ്മളിങ്ങനെ എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആ പറയുന്ന കാര്യത്തിന് ഒരു വില ഉണ്ടാകത്തില്ലല്ലോ, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ലല്ലോ, അധികം റെസ്പോൺസ് കൊടുക്കത്തില്ലല്ലോ. സിമിലർലി തന്നെ എവിടെയും ആ റിപ്പീറ്റഡ് ആയിട്ട് ന്യൂറോൺ സ്റ്റിമുലേറ്റായി കാര്യമായിട്ട് ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസൊന്നുമില്ല ഈ റിപ്പീറ്റഡ് സ്റ്റിമുലസിന്. ഓക്കെ, ദറ്റ് ഇസ് ഡ്യൂ ടു റിപ്പീറ്റഡ് സ്റ്റിമുലസ് ഓഫ് ദ ന്യൂറോൺ ദർ ഇസ് ഡിക്രീസ്ഡ് ട്രാൻസ്മിറ്റർ റിലീസ്. അത് ഹാബിച്വേറ്റഡ് ആയി, അതൊരു ഹാബിറ്റായി മാറി. ന്യൂറോൺ ഗോട്ട് യൂസ് ടു ദീസ് സ്റ്റിമുലൈ. അതുകൊണ്ട് നമ്മൾ എത്ര കൊടുത്താലും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റർ റിലീസ് കുറവാണ്. അതിനാണ് ഹാബിച്വേഷൻ എന്ന് പറയുന്നത്. ഇതിനുള്ള റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റിപ്പീറ്റഡ് സ്റ്റിമുലസ് കാരണം കാൽസ്യം അയോൺസിന് എൻ്റർ ചെയ്യാൻ കാൽസ്യം അയോൺസ് ഇല്ല അധികം. ഓക്കെ, കാൽസ്യം അയോൺസിൻ്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ് നമ്പർ ഓഫ് വെസൈക്കിൾസ് ആയിരിക്കാം. ഇതിന് ഡിക്രീസ് റിലീസ് ഓഫ് ട്രാൻസ്മിറ്റർ. അടുത്ത ഒക്ലൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക? അത് നമുക്ക് ഡയഗ്രാം നോക്കാവേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഡയഗ്രത്തിനകത്ത് ഇത് എ എന്ന് പറഞ്ഞ ഒരു പ്രീസിനാപ്റ്റിക് ന്യൂറോണാണ്, ബി എന്ന് പറഞ്ഞ വേറൊരു പ്രീസിനാപ്റ്റിക് ന്യൂറോണാണ്. ഈ എ എന്ന് പറയുന്ന പ്രീസിനാപ്റ്റിക് ന്യൂറോൺ 5 പോസ്റ്റിനാപ്റ്റിക് ന്യൂറോണിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, എ എന്ന് പറഞ്ഞ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ 5 പോസ്റ്റിനാപ്റ്റിക് ന്യൂറോണിലേക്ക് നമുക്ക് കൗണ്ട് ചെയ്യാം അല്ലേ, 1 2 3 4 5. ഇനി ബി എന്ന് പറയുന്ന പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എടുക്കുകയാണെങ്കിൽ അതാണെങ്കിലും അതിനൊറ്റയ്ക്ക് 5 പോസ്റ്റിനാപ്റ്റിക് ന്യൂറോണില്ല, 1 2 3 4 5. പക്ഷെ നമ്മളിവിടെ രണ്ടുപേരെയും സൈമൾട്ടേനിയസ്ലി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റിസൾട്ട്സ് ഇൻ ആക്ടിവേഷൻ ഓഫ് 8 പോസ്റ്റിനാപ്റ്റിക് ന്യൂറോൺസ് ഇൻസ്റ്റെഡ് ഓഫ് 10. അതായത് നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഇപ്പോൾ എനെ ഒറ്റയ്ക്കും ബിനെ ഒറ്റയ്ക്കും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒറ്റയ്ക്ക് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ടായിരുന്നു, ഇവിടെ 5 ഉണ്ടായിരുന്നു, പിന്നെ ടോട്ടൽ നമുക്ക് 10 വരുമായിരുന്നു അല്ലേ. അതേസമയം നമ്മൾ എനെയും ബിനെയും ഒരുമിച്ച് സൈമൾട്ടേനിയസ്ലി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 2 3 4 5 6 7 8 8 കിട്ടത്തുള്ളൂ. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഒക്ലൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അതായത് എനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഇപ്പോൾ എ പ്ലസ് ബി എന്നായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എ പ്ലസ് ബി എന്ന് മാത്രമായിരുന്നെങ്കിൽ 10 കിട്ടി. അതേസമയം ടുഗെദർ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എ പ്ലസ് ഹോൾ ബി എന്നാണെങ്കിൽ നമുക്ക് 8 കിട്ടത്തുള്ളൂ. When they stimulated separately, we will get 10 postsynaptic neurons will be discharged. സൈമൾട്ടേനിയസ്ലി ആണ് 8 കിട്ടുക. അതിനാണ് ആ ഫിനോമിനെ വിളിക്കുന്നത് പേരാണ് ഒക്ലൂഷൻ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അടുത്ത സിനാപ്റ്റിക് ഇൻഹിബിഷൻ ഒരു പ്രോപ്പർട്ടി ഓഫ് സിനാപ്സ് ആണ്. ഒറ്റയ്ക്കും സിനാപ്റ്റിക് ഇൻഹിബിഷൻ ചോദിക്കാം. ടോട്ടൽ ടൈപ്സ് ഓഫ് സിനാപ്റ്റിക് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ. സോ സിനാപ്റ്റിക് ഇൻഹിബിഷൻ നമുക്ക് ആക്ച്വലി 2 ടൈപ്പ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് ഇൻഹിബിഷനും ഫീഡ്ബാക്ക് ഇൻഹിബിഷനും. ഫസ്റ്റ് വൺ വിൽ ബി സീയിങ് ഡയറക്റ്റ് ഇൻഹിബിഷൻ. ഇപ്പോൾ ഡയറക്റ്റ് ഇൻഹിബിഷനിൽ ഭയങ്കര സിമ്പിളാണ്. ഡയറക്റ്റ് ഈ ഒരു ഫിഗർ ആണ് നമുക്ക് മനസ്സിലാവും. പ്രീസിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് റിലീസ് ചെയ്യുന്നത്. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ അങ്ങനെ അത് പോസ്റ്റിനാപ്റ്റിക് ന്യൂറോണിലേക്ക് എത്തും. സോ ഇൻഹിബിഷൻ നടക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ദ റിലീസ് ഓഫ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ നടക്കുന്ന ഇൻഹിബിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയറക്റ്റ് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആരാണ് ഇൻഹിബിറ്റഡ് ആവുന്നത്? പ്രീസിനാപ്റ്റിക് ന്യൂറോണാണ് പോസ്റ്റിനാപ്റ്റിക് ന്യൂറോണാണ് ഇൻഹിബിറ്റ് ആവുന്നത്? പോസ്റ്റിനാപ്റ്റിക് ന്യൂറോൺ അല്ലേ? സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് പോസ്റ്റ് സിനാപ്റ്റിക് ഇൻഹിബിഷൻ എന്ന് വിളിക്കാൻ പറ്റും. സോ ഡയറക്റ്റ് ഇൻഹിബിഷൻ ഇസ് കോൾഡ് എസ് പോസ്റ്റ് സിനാപ്റ്റിക് ഇൻഹിബിഷൻ, വേർ IPSPs inhibitory postsynaptic potentials act on postsynaptic neuron via inhibitory neurotransmitters and inhibition takes place. ഈ ഒരു ഫിഗറും കൂടെ നിങ്ങൾ വരച്ച് വയ്ക്കാം. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ഇൻഡയറക്റ്റ് ഇൻഹിബിഷനാണ്. ഇൻഡയറക്റ്റ് ഇൻഹിബിഷനിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്നുമല്ല. Here what is happening? So there is a presynaptic neuron here, a postsynaptic neuron here. ഇവിടെ പ്രീസിനാപ്റ്റിക് ന്യൂറോണിന് പോസ്റ്റ്സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് ഇൻഹിബിഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ഇസ് ഇൻഹിബിറ്റഡ് ബൈ അനദർ ഇൻഹിബിറ്ററി ന്യൂറോൺ. അനദർ ഇൻഹിബിറ്ററി ന്യൂറോൺ പ്രീസിനാപ്റ്റിക്കലി ഈ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസിനെ ബ്ലോക്ക് ചെയ്തു. കണ്ടോ? ഒരു ഇൻഹിബിറ്ററി ന്യൂറോൺ വന്ന് പ്രീസിനാപ്റ്റിക് ന്യൂറോണിനെ എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഓക്കെ,
അങ്ങനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന് ദർ ഇസ് ഡിക്രീസ്ഡ് റിലീസ് ഓഫ് ട്രാൻസ്മിറ്റർ ബിക്കോസ് ഓഫ് ദിസ് ഇൻഹിബിഷൻ. അപ്പോൾ ദിസ് ഇസ് കൺസിഡർഡ് ആസ് പ്രീ സിനാപ്റ്റിക് ഇൻഹിബിഷൻ. സോ indirect inhibition or presynaptic inhibition, presynaptic neuron is inhibited by another inhibitory neuron. So there is decreased release of neurotransmitter from the presynaptic neuron, hence inhibition takes place. Similarly, അപ്പോൾ ഇതിനകത്ത് മെക്കാനിസംസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ മെംബ്രെയിനകത്ത് നെഗറ്റീവ് ചാർജ് കൂട്ടുന്നല്ല മെക്കാനിസത്തിലേക്കാണ്. ഇൻക്രീസ് ക്ലോറൈഡ് കണ്ടക്റ്റൻസ്, ഓപ്പണിംഗ് ഓഫ് പൊട്ടാസ്യം ചാനൽസ്, ഡിക്രീസ് റിലീസ് ഓഫ് ട്രാൻസ്മിറ്റർ, അതൊക്കെ. Next, feedback inhibition and feed forward inhibition. Feedback inhibition is also called as Renshaw cell inhibition. ഇത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ടിലേക്ക് വരണേമ്പോൾ നമുക്ക് ഈ പടം നോക്കിയിട്ട് പോവാം. അപ്പോൾ ഈ പടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇവിടെ കണ്ടോ ഈ ഒരു മോട്ടോർ ന്യൂറോൺ, ഈ മോട്ടോർ ന്യൂറോൺ നമുക്ക് എ മോട്ടോർ ന്യൂറോൺ എന്ന് വിളിക്കാം, ആൽഫബറ്റ് എ മോട്ടോർ ന്യൂറോൺ എന്ന് വിളിക്കാം. ഈ മോട്ടോർ ന്യൂറോണെ നമുക്ക് ആൽഫബറ്റ് ബി മോട്ടോർ ന്യൂറോൺ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ എ മോട്ടോർ ന്യൂറോണില്ലേ, ഈ എ മോട്ടോർ ന്യൂറോൺ ഒരു കൊളാട്രൽ റൈസ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല ഒരു കൊളാട്രൽ. ഈ കൊളാട്രൽ റൈസ് ചെയ്തു. ആൻഡ് ഈ കൊളാട്രൽ എന്ത് ചെയ്തു? ഇറ്റ് formed a cell called Renshaw cell. And this Renshaw cell is inhibiting itself. Kando vaich okay, there is a motor neuron A, it sends a collateral, it ends on other inhibitory interneuron called Renshaw cell, and this Renshaw cell is capable of inhibiting the discharge of the same motor neuron A. Motor neuron A സ്വയമായി ഇൻഹിബിറ്റീവാ എന്ത് വഴി? ഈ കൊളാട്രൽ വഴി. ഈ കൊളാട്രൽ Renshaw cell എൻഡ് ചെയ്യുന്നു. Renshaw cell sends an inhibitory signal to itself, that is motor neuron എയിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്ന സിഗ്നൽ. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. വൈ ഇറ്റ് കോൾഡ് എസ് ഫീഡ്ബാക്ക്? മേ ബി മോട്ടോർ ന്യൂറോൺ എനിക്ക് തോന്നിക്കാണും ഞാൻ സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് ഒരുപാട് കൂടുതലാണ്, സോ ഞാൻ എന്നെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് വെച്ച് മോട്ടോർ ന്യൂറോൺ എ സ്വയമേവ റെൻഷോ സെല്ല് വെച്ച് സ്വയമേവ ഇൻഹിബിറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്വയമേവ റെൻഷോ സെൽ മോട്ടോർ ന്യൂറോൺ എനെ മാത്രമല്ല അപ്പുറത്തിരിക്കുന്ന മോട്ടോർ ന്യൂറോൺ ബീനെയും കൂടെ പോയി ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പുറത്തിരിക്കുന്ന മോട്ടോർ ന്യൂറോൺ ബീനെയും കൂടെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് എസ് ലാറ്ററൽ ഇൻഹിബിഷൻ. സോ there is a motor neuron A, sends a collateral, it ends on inhibitory interneuron, inhibits the discharge of same with motor neuron A. The collateral can also inhibit neighboring motor neuron B, that is called as lateral inhibition. So നിങ്ങളുടെ Renshaw cell inhibition ചോദിച്ചാൽ supposed to write, draw this diagram and explain feedback inhibition. ഇനി അടുത്ത feed forward inhibition ആണ്. Feed forward inhibition is best explained with the help of cells from cerebellum. Cerebellത്തിന് കാര്യമായിട്ട് ഇത് പഠിക്കും. എനിവേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫൈബേഴ്സിൻ്റെ പേരാണ് മോസി ഫൈബേഴ്സ്. ഓക്കെ, ദീസ് ഫൈബേഴ്സ് ആർ കോൾഡ് എസ് മോസി ഫൈബേഴ്സ്. ആൻഡ് ഈ മോസി ഫൈബേഴ്സ് എന്ന് പറയുന്നത് അവർ പോയിട്ട് സെറിബെല്ലത്തിലുള്ള ഗ്രാന്യൂൾ സെൽസിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്യും. ഗ്രാന്യൂൾ സെൽസ് അറൈസ് ചെയ്യുന്ന ഫൈബേഴ്സിൻ്റെ പേരാണ് പാരലൽ ഫൈബേഴ്സ്. ഈ പാരലൽ ഫൈബേഴ്സ് പോയിട്ട് പെർക്കിൻജസ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഫാർ ആരെയെങ്കിലും ഇൻഹിബിറ്റ് ചെയ്തു അല്ലേ? മോസി ഫൈബേഴ്സ് സ്റ്റിമുലേറ്റഡ് ഗ്രാന്യൂൾ സെൽസ്, ഗ്രാന്യൂൾ ഫൈബേഴ്സ് അറൈസ് ചെയ്യുന്ന പാരലൽ ഫൈബേഴ്സ് വെൻ സ്റ്റിമുലേറ്റഡ് പെർക്കിൻജസ് സെൽസ്. ആൻഡ് ദിസ് പെർക്കിൻജസ് സെൽസ് ആക്ച്വലി ഗോസ് ആൻഡ് ഇൻഹിബിറ്റ്സ് ഡീപ്പ് ന്യൂക്ലിയർ. ഈ ഡീപ്പ് ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ സെറിബെല്ലത്തിന് വരുന്ന ഔട്ട്പുട്ട് എന്നൊക്കെ പറയാം. ദാറ്റ് ഇസ് സെറിബെല്ലത്തിന് വരുന്ന ഔട്ട്പുട്ട് ഇസ് ഓൾവേസ്, നിങ്ങൾ സെറിബെല്ലം എന്നുള്ള ചാപ്റ്റർ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, സെറിബെല്ലത്തിന് വരുന്ന ഔട്ട്പുട്ട് ഇസ് ഓൾവേസ് ഇൻഹിബിറ്ററി. ഓക്കെ, സെറിബെല്ലത്തിന് വരുന്ന ഔട്ട്പുട്ട് എന്നും ഇൻഹിബിറ്ററി ആണ്. ഓക്കെ, എപ്പോഴും സെറിബെല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ, ഇച്ചിരി കുറയ്ക്കാൻ കഴിവുള്ള ഒരു ഓർഗനാണ് സെറിബെല്ലം. ഓക്കെ, റെഗുലേറ്ററി ആക്ഷനാണ് സെറിബെല്ലത്തിനുള്ളത്, ഒരു കൺട്രോൾ ആക്ഷനാണ്. ആൻഡ് പെർക്കിൻജസ് സെൽസിന് വരുന്ന ഔട്ട്പുട്ട് എപ്പോഴും ഇൻഹിബിറ്റർ ആയതുകൊണ്ടാണ് ആ കൺട്രോൾ ആക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ പെർക്കിൻജസ് സെല്ലിന് വരുന്നത് ഇൻഹിബിറ്റർ ആയത് പെർക്കിൻജസ് സെല്ലിനെ ഈ പാരലൽ ഫൈബർ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ദർ ആർ നോ അതർ സെൽസ് ഇൻഹിബിറ്റിംഗ് പെർക്കിൻജസ് സെൽ ആക്ച്വലി അല്ലേ? പെർക്കിൻജസ് സെല്ലിന് വരുന്ന ഔട്ട്പുട്ട് ഇൻഹിബിറ്ററി ഇൻ നേച്ചർ. അല്ലാതെ ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും നമുക്ക് ഇൻഹിബിഷൻ കാണുന്നുണ്ടോ? എല്ലാവരും പോസ്റ്റ് സൈൻസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫീഡ് ഫോർവേഡ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹിബിഷൻ ഓഫ് പെർക്കിൻജസ് സെൽ ഔട്ട്പുട്ട് ബൈ പാരലൽ ഫൈബർ ഒറിജിനേറ്റിംഗ് ഫ്രം ഗ്രാന്യൂൾ സെൽ ഇൻ സെറിബെല്ലം. അത് ഈ സർക്യൂട്ട് വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കും, കൂടുതൽ ഡീറ്റെയിൽ സെറിബെല്ലത്തിൽ പഠിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ. അപ്പോൾ അത്രയേ ഉള്ളൂ സിനാപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിനാപ്സിൽ ഈ ടോപ്പിക്സ് എല്ലാം ഞാൻ കവർ ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ദറ്റ് നിങ്ങൾക്കെല്ലാം എസ്സേസ് നന്നായി എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.